ഗോ ഗ്രീൻ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, സേഫ് ഡ്രൈവിംഗ് എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ബിനീഷും അനുവും അനന്തുവും ഇവർ 3 പേരും കൂടി ഒരു യാത്ര തുടങ്ങുകയാണ്. ഇന്ന് ജനുവരി 15. ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിക്കുന്ന യാത്ര 1 മാസം നീണ്ടു നിന്ന് ഭാരത പര്യടനമാണ്. കന്യാകുമാരിയിൽ തുടങ്ങി കാശ്മീർ വരെ അങ്ങനെ ഭാരതത്തെ ചുറ്റി എത്തുന്ന ഈ ചെറുപ്പക്കാർ വളരെ വിജയകരമായി യാത്ര പൂർത്തിയാക്കി തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തട്ടെ എന്ന് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. രാവിലെ തന്നെ ബ്രെഡ് കഴിക്കുന്ന അനുസാർ. അടുത്ത പണി ഇപ്പം നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിങ്ങിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഇന്ന് മൈക്ക് താഴെ വീണ് അതിൻ്റെ തൊട്ട് പുറകെ കൂടെ വന്നൊരു കാറ് തന്നെ മണ്ടേ കൂടെ കയറി ഇറങ്ങിപ്പോയി. 10-38,000 വില വരുന്ന സാധനമായിരുന്നു. ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അനന്തമാണ് ഭയങ്കരമായ കുക്കിങ്ങിലാണ്. മണം വരുന്നില്ലേ? ഏകദേശം മണം വരുന്നില്ലേ? മണമുണ്ട്. ഇത് തിളയ്ക്കുന്നില്ല. 15 മിനിറ്റോളമായി. പെട്ടെന്ന് കഴിക്കാൻ വേണ്ടി ഈ കുന്തം ഉണ്ടാക്കിയത്. അപ്പോൾ കാണാം സ്റ്റൗവൊക്കെ കത്തുന്നുണ്ട്, പക്ഷേ ഇത് തിളയ്ക്കുന്നില്ല. എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ ഇവിടെ ഭയങ്കര കാറ്റാട്ടോ. ഇനി കാറ്റിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്നറിയില്ല. ഞങ്ങൾ താണ്ടെ ഒരു അടിപൊളി സ്ഥലത്ത് നമ്മൾ പോകുന്ന റൂട്ടാണ്. അങ്ങനെ ഫുഡ് റെഡിയായി. എങ്ങനെയുണ്ട്? ടേസ്റ്റ് എങ്ങനെയുണ്ട്? ഇത് കണ്ടോ, ഇത് ചിക്കൻ ഇടിച്ചതാണേ, നമ്മൾ മേടിച്ചതാണ്. സൂപ്പർ ടേസ്റ്റ് ആട്ടോ. ഞങ്ങൾ ചുമ്മാ ഇട്ട് നോക്കിയതാണ്. നല്ല രസമുണ്ട്. അപ്പോൾ ഉച്ചക്കത്തെ ഫുഡെല്ലാം കഴിച്ചു, കുക്കിങ് കഴിഞ്ഞു, പാത്രമെല്ലാം ക്ലീനാക്കി. ഇനി പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചെല്ലാം പറക്കി വണ്ടിക്കകത്ത് കയറ്റണം. പിന്നെ ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ എഡിറ്റിങ്ങാണ്. ഇവിടെ തന്നെ ഇരുന്ന് നമ്മളിപ്പോൾ എടുക്കുന്ന വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്യാനുള്ളത്. അതെല്ലാം കഴിഞ്ഞിട്ട് വേണം വീണ്ടും യാത്ര തുടങ്ങാൻ. അതുപോലെ വണ്ടി ചാർജ് ചെയ്യാനുണ്ട്. ഇനി വണ്ടി അടുത്ത ചാർജിങ് സെക്ഷനിലോട്ട് വേണം. ഇപ്പോൾ 54 നമ്മൾ നേരത്തെ കണ്ടു. ഇപ്പം ഒരു 40 കാണുമായിരിക്കാം. കാരണം അത് കഴിഞ്ഞിട്ട് കുറേ നേരം ഓടിയായിരുന്നു വണ്ടി. പിന്നെ നമ്മുടെ കൂടെ കുറച്ച് സാമിമാരുണ്ടായിരുന്നു കേട്ടോ. സ്വാമിമാരൊക്കെ അവിടെ ഫുഡ് വെച്ച് കഴിച്ചത് അപ്പോൾ അവർ നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ചു ഫുഡ് വേണമെന്നൊക്കെ വന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ നല്ല ആൾക്കാരാണ്. നിൽക്കുന്ന അമ്മയൊക്കെ നമ്മുടെ അടുത്ത് വന്ന് ചോദിച്ചായിരുന്നു ഫുഡ് കഴിക്കാവാം മക്കളെ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വേണ്ട, ഞങ്ങൾ വെച്ച് പോയെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അവരുടെ നമ്മൾ കഴിച്ചാൽ